നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജയിലിൽ കഴിയുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ വാഴോട്ടുകോണം BJP കൗൺസിലർ ആർ സുഗതന്റെ അവധിയിൽ അനുകൂല റിപ്പോർട്ട് തയ്യാറാക്കി തദ്ദേശ വകുപ്പിലെ അണ്ടർ സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്തു. ഡോക്ടർ ചിത്ര P. അരുണിമയ്ക്ക് സസ്പെൻഷൻ ഫയലിൽ കൂട്ടിച്ചേർക്കൽ നടത്തിയെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഉദ്യോഗസ്ഥരുടേത് ഗുരുതരമായ ചട്ടലംഘനമാണെന്നും മന്ത്രിയുടെ നിർദ്ദേശം മറികടന്നാണ് കത്ത് നൽകിയതെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയതോടുകൂടിയാണ് നടപടി വന്നിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ സുഗതന്റെ അപേക്ഷ നിരസിക്കണമെന്ന് തദ്ദേശ മന്ത്രി KM ഷാജി നിർദ്ദേശിച്ചെങ്കിലും അത് മറികടന്ന് അണ്ടർ സെക്രട്ടറിയായ ചിത്ര സുഗതന് അനുകൂലമായ റിപ്പോർട്ട് ഉണ്ടാക്കുകയായിരുന്നു. ഇതിൽ വീഴ്ചയുണ്ടായെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ചിത്രയ്ക്കെതിരെ അന്വേഷണം നടത്തിയത്. ഗുരുതരമായ ചട്ടലംഘനം നടത്തിയ സാഹചര്യത്തിലാണ് സർക്കാർ നടപടി. ഇതോടെ സസ്പെൻഷനിലാകുന്ന ആദ്യ KAS ഉദ്യോഗസ്ഥയായി ചിത്ര മാറിയിരിക്കുന്നു. BJP ഭരണസമിതിക്ക് അനുകൂലമായ രീതിയിൽ UDF സർക്കാർ നിലപാട് സ്വീകരിച്ചതായി ഇടതുമുന്നണി ആരോപിച്ചിരുന്നു. എക്സ്കോർട്ട് പരോൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ജൂൺ 22-ന് സുഗതൻ അപേക്ഷ സമർപ്പിച്ചിരുന്നു. കാപ്പ കേസിൽ ജയിലിലായ കൗൺസിൽ സുഗതന്റെ അയോഗ്യത പ്രശ്നം കടക്കാൻ തിരുവനന്തപുരം മേയർ ആയുധമാക്കിയത് ആഭ്യന്തര വകുപ്പിന്റെ മറുപടി കത്താണ്. അവധി അപേക്ഷ കൗൺസിലിൽ വോട്ട് നിട്ട് പാസാക്കിയാണ് കൗൺസിലർ സ്ഥാനം സുരക്ഷിതമാക്കിയിരിക്കുന്നത് എന്നായിരുന്നു ഉപദേശം. ഇത് ഉയർത്തിക്കാട്ടി 6 മാസത്തേക്ക് അവധി കൊടുത്ത് സുഗതനെ BJP ഭരണസമിതി രക്ഷപ്പെടുത്തിയപ്പോൾ UDF സർക്കാർ വെട്ടിലായി. ജയിലിൽ സൂപ്രണ്ട് മുഖേന മേയർ VV രാജേഷിനാണ് സുഗതൻ കത്ത് നൽകിയത്. ഇങ്ങനെ കത്ത് കൊടുത്ത വിവരം സൂപ്രണ്ട് ആഭ്യന്തര വകുപ്പിനെ അറിയിച്ചു. സുഗതനുമായി ബന്ധപ്പെട്ട ഫയലിൽ അണ്ടർ സെക്രട്ടറി ദുരുദ്ദേശത്തോടുകൂടി മാറ്റങ്ങൾ വരുത്തിയെന്ന് പൊതുഭരണ സെക്രട്ടറിയുടെ സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നു. ഈ നടപടി അധികാര ദുർവിനിയോഗവും പെരുമാറ്റ ദൂഷ്യവുമാണ് എന്നും ഉത്തരവിൽ പറയുന്നു. സുഗതൻ നൽകിയ അപേക്ഷ തദ്ദേശ വകുപ്പിന്റെ അഭിപ്രായത്തിൽ വിട്ടിരുന്നു. ഇതിൽ ജൂലൈ 18-നാണ് തദ്ദേശ വകുപ്പ് അണ്ടർ സെക്രട്ടറി ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് നൽകിയത്. സുഗതന് അവധിക്ക് അപേക്ഷിക്കാൻ അർഹതയുണ്ടെന്നാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് റിപ്പോർട്ട് നൽകിയത്. അവധി അപേക്ഷ കൗൺസിൽ പാസാക്കിയാൽ സുഗതന്റെ സംഘത്വം സുരക്ഷിതമായിരിക്കുമെന്ന് തദ്ദേശ വകുപ്പ് അണ്ടർ സെക്രട്ടറി ആഭ്യന്തര വകുപ്പ് അണ്ടർ സെക്രട്ടറിക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. മാത്രമല്ല, ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ആഭ്യന്തര വകുപ്പ് അവധി അപേക്ഷ അനുമതി നൽകിയത്. ഈ അനുമതി കത്ത് ചൂണ്ടിക്കാട്ടിയാണ് മേയർ VV രാജേഷ് സുഗതന്റെ അവധി അപേക്ഷ നിയമപരമാണെന്നും വോട്ടെടുപ്പ് എങ്ങനെ വേണമെന്ന് മേയർക്ക് തീരുമാനിക്കാമെന്നും അറിയിച്ചത്. ആർ സുഗതന് അനുകൂലമായ ഉദ്യോഗസ്ഥ നടപടിക്ക് പിന്നിൽ ആസൂത്രിത നീക്കമുണ്ടായതായി സർക്കാർ വിലയിരുത്തലുണ്ടായിട്ടുണ്ട്. ഫയൽ തന്റെ മുന്നിൽ വന്നിരുന്നുവെന്നും ഒരു കാരണവശാലും ഒരു ആനുകൂല്യവും നൽകാൻ കഴിയില്ലെന്ന് പറഞ്ഞാണ് താൻ ഫയൽ തിരിച്ചയച്ചതെന്നും മന്ത്രി KM ഷാജി പറയുന്നു. അതിലാണ് വീണ്ടും അൺഒഫീഷ്യൽ നോട്ട് എഴുതിയത്. അതിന് പിന്നിലുള്ള താല്പര്യവും രാഷ്ട്രീയവും പരിശോധിക്കുമെന്നും റിപ്പോർട്ടിന്റെ തലത്തിലുള്ള അന്വേഷണത്തിലുള്ള നടപടികൾ ആരംഭിച്ചതായും മന്ത്രി പറഞ്ഞു. കാപ്പ കേസ് പ്രതിയായ കൗൺസിലർ സുഗതൻ നിലവിൽ വിയ്യൂർ ജയിലിലാണ്. തുടർച്ചയായ 3 കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാതിരുന്നാൽ സുഗതന്റെ അംഗത്വത്തിന് അയോഗ്യത വരും. ഇത് മറികടക്കാനാണ് നഗരസഭാ ഭരണപക്ഷം അവധി നീക്കവുമായി മുന്നോട്ട് പോയത്. കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ എക്സ്കോർട്ട് പരോൾ വേണമെന്ന സുഗതന്റെ ആവശ്യം നേരത്തെ ആഭ്യന്തര വകുപ്പ് നിരസിച്ചിരുന്നു.